ശ്രീ ജോർജ് പൊടിപാറ, എന്തിനാണ് സർവേ എന്ന് ചോദിക്കുമ്പോൾ ആ സർവേ കൊണ്ട് സർക്കാർ ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് കൊടുത്ത ക്ഷേമ പദ്ധതികൾ അവർക്ക് ഉപയോഗപ്പെട്ടോ എന്നറിയാനും ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാനുമുള്ള സർവേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 6 മാസത്തെ കാലാവധി പറയുമ്പോൾ 6 മാസം അല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, അടുത്ത 5 വർഷത്തേക്ക് കൂടിയുള്ള വലിയ പദ്ധതിയാണ് എന്നുള്ളതാണ് മറുപടിയായി വരുന്നത്. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതി ആയി വരുമ്പോൾ ഉറപ്പായിട്ടും അത് പ്രകടന പത്രികയിലേക്കുള്ളതായിരിക്കും. അപ്പോൾ ആ പ്രകടന പത്രികയിലേക്കുള്ള കാര്യങ്ങൾ ഈ സർവേയിലൂടെ നടപ്പാക്കുകയാണോ എന്നുള്ള ചോദ്യമാണ്. അത് സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്തിട്ടാണോ എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ സർക്കാരിന് ഒരു പരിപാടിയുണ്ട്, പ്രതിപക്ഷത്തിന് എന്താണ് പരിപാടി എന്ന ചോദ്യം കൂടിയുണ്ട്. 2 ചോദ്യങ്ങൾക്കും അങ്ങയുടെ മറുപടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ഈ പറഞ്ഞ അരുൺകുമാർ ഇവിടെ വരച്ചിട്ട ആ ചേതോഹരമായ ചിത്രമൊന്നും അല്ല. ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്നറിയാനുള്ള കൃത്യമായൊരു അന്വേഷണമാണ്. കൃത്യമായിട്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, ജനങ്ങൾ എന്താണ് എന്നുള്ള, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അറിയാനാണെങ്കിൽ ഈ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചുള്ള ഒരു സർവേ അല്ല. കുറെ കൂടി നിഷ്പക്ഷമായ, കുറെ കൂടി സയന്റിഫിക് ആയിട്ടുള്ള, ഇതൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ഏജൻസികൾ ധാരാളമുണ്ട്. ഇപ്പൊ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ധാരാളമായിട്ട് PR ഏജൻസികൾ ഉപയോഗിച്ച് സർക്കാർ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ അത്തരം ഏജൻസികളെ, കാരണം ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ കഴിവുള്ള ധാരാളം ഏജൻസികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. വേണമെങ്കിൽ പണം ധാരാളം കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ വിദേശ ഏജൻസികളെ പോലും ഉപയോഗിക്കാം. അവരൊക്കെ വളരെ വളരെ പ്രൊഫഷണൽ ആണ്, വളരെ വളരെ സിസ്റ്റമാറ്റിക് ആണ്. അപ്പൊ ഇത് പാർട്ടി തന്നെ 20 കോടി രൂപ ഖജനാവിൽ നിന്ന് നീക്കിവെച്ച് ആ 20 കോടി ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ കേരളത്തിലെ 80 ലക്ഷം വീടുകളിലേക്ക് പറഞ്ഞയച്ച് ആ പാർട്ടി പ്രവർത്തകര് ഈ ജനങ്ങളുമായിട്ട് സംവദിച്ച്, ഈ വീട്ടുകാരുമായിട്ട് സംവദിച്ച് അവർ പറയുന്നത് എന്താണ്, അവർ അഭിപ്രായപ്പെടുന്നത് എന്താണ്, അവരുടെ എന്താ പറയാ, ഇതുവരെയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ നടത്തുന്ന അഭിപ്രായങ്ങളും അതുപോലെ തന്നെ വിശകലനങ്ങളും എന്താണ്, ഈ പോരായ്മകൾ എന്താണ്, ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എടുക്കാനും, അതിനുശേഷം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങൾക്ക് ശേഷമുള്ള 1-2 മാസങ്ങൾക്കകം കൂടുതൽ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇപ്പൊ തന്നെ കുറെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ ഈ പദ്ധതികൾ എത്രത്തോളം ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്, ജനങ്ങൾ എത്രത്തോളം അതിനെ അംഗീകരിക്കുന്നുണ്ട്, അത് വോട്ടായി മാറുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതോടൊപ്പം വരാനിരിക്കുന്ന സമയത്ത് ഇതിന് ഇമ്പാക്ട് ഉണ്ടെങ്കിൽ ഇതിലും വലിയ ചില സാധനങ്ങൾ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഏത് മാർഗം ഉപയോഗിച്ച് എന്താണോ ക്ലിക്ക് ചെയ്തത് അത് കൂടുതൽ ഫലപ്രദമായി കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കാനുള്ള വളരെ വിദഗ്ധമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? അവർ പറയുന്നു പഠനമാണ്, കൃത്യമായൊരു പഠനമാണ് നടക്കുന്നത്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ പല ഘട്ടത്തിലും പറയുന്നുണ്ട്, ജനങ്ങൾക്ക് വികസന പദ്ധതികളെ കുറിച്ച് വല്ല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിൽ, അവരത് വേണ്ട രീതിയിലല്ല മനസ്സിലാക്കിയിട്ടുള്ളെങ്കിൽ അത് വിശദീകരിച്ച് അവരെ ബോധ്യപ്പെടുത്തും. അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അവരെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തും എന്ന് പറയുമ്പോൾ കൃത്യമായി തന്നെ അരുൺകുമാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതിനകത്ത് വ്യക്തമാണ്, ഞങ്ങൾ ഇതിനകത്ത് കൂടി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പ്രചരണം തന്നെയാണ്. അതങ്ങ് തുറന്നു സമ്മതിച്ചാൽ മതി. ഒരു സർക്കാരിന്റെ ഇത്തരം ഒരു പഠനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സർവേ ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് നടത്തുന്നതിന്റെ അത് എങ്ങനെയാണ് അതിനകത്ത് അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക? സാധാരണഗതിയിൽ അങ്ങനെ ഇപ്പൊ വേറൊരു മുന്നണിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് കോൺഗ്രസ് ഒരു പഠനം നടത്തുന്നു, അതിന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരെ ഉപയോഗിച്ച് അവർ വീടാന്തരം കയറി ഇറങ്ങുന്നു, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു, അവർക്ക് 20 കോടി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പഠന റിപ്പോർട്ട് നടപ്പാക്കിയാൽ CPM അത് അംഗീകരിക്കും? അങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്? അങ്ങനെയാണോ ജനാധിപത്യത്തിലെ കീഴ്വഴക്കം? CPM-ന് വേണമെങ്കിൽ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച്, സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വേണമെങ്കിൽ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഈ 20 കോടിയൊന്നും ഉപയോഗിക്കാതെ അവരുടെ ആ മെഷീനറി ഉപയോഗിച്ച് അവരുടെ കൈവശമുള്ള പണം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു സർവേ നടത്താം.
പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചോ ഏജൻസികളെ ഉപയോഗിച്ചോ ഒക്കെ നടത്താം. ഇപ്പൊ കോൺഗ്രസ് ഒക്കെ നടത്തുന്നത് അവർ സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് സർവേ നടത്തുന്നുണ്ട് മണ്ഡലങ്ങളിൽ, വോട്ടർമാരുടെ മനോഗത അറിയാൻ. അവിടെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. CPM നടത്തിയാലും CPI നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും ഒന്നും ഇതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. VD സതീശൻ എന്ന് പറഞ്ഞ പോലെ നിയമപരമായ രാഷ്ട്രീയമായിട്ട് ഒന്നും നേരിടാൻ പറ്റില്ല. അതിനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? സർക്കാർ ചെലവിൽ നടത്തുന്ന ഒരു പഠനം അല്ലെങ്കിൽ സർവേ ഈ എന്താ പറയാ നികുതി പണം ഉപയോഗിച്ച് 20 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് നീക്കിവെച്ച് നടത്തുന്നു എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർ പ്രൊഫഷണൽസ് ഒന്നും അല്ലല്ലോ. കൃത്യമായിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാനും ആ രാഷ്ട്രീയം, അവരുടെ മനസ്സിലുള്ള രാഷ്ട്രീയം, അവരുടെ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ തങ്ങൾക്ക് അനുഗുണമാണോ, അനുഗുണമല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യണം അത് കൂടുതൽ അനുഗുണമാക്കാൻ എന്ന രീതിയിലുള്ള അതിനുള്ളൊരു പഠനമാണിത്. അതിനുള്ള ഒരു വഴിയാണിത്. അതല്ലാതെ ഇതിനകത്ത് ഭാവി കേരളത്തെക്കുറിച്ചോ നവകേരളത്തെക്കുറിച്ചോ ഒന്നും അല്ല ഉത്കണ്ഠ. അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടർഭരണം കിട്ടുമോ? കിട്ടാൻ ഇപ്പോഴത്തെ ഈ സർവേ കൊണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് അല്ല എങ്കിൽ അത് പോസിറ്റീവ് ആക്കാൻ ഇപ്പൊ പ്രഖ്യാപിച്ചതിന് അപ്പുറത്ത് വേറെ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഡയറക്റ്റ്, അതായത് അശ്വമുഖത്ത് നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് നടത്തുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടക്കാനിരിക്കുന്നത്. ഇതിന്റെ ധാർമ്മികതയെക്കുറിച്ചോ ഇതിന്റെ എന്താ പറയാ ഇതിന്റെ ആ രാഷ്ട്രീയ മര്യാദയെക്കുറിച്ചോ ഒന്നും ഇവരെ അലട്ടുന്നില്ല. അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്ക് കാര്യം നടക്കണം. എങ്ങനെ പറഞ്ഞും ആളുകളെ ബോധ്യപ്പെടുത്തും, ന്യായീകരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു മര്യാദയുണ്ട്. അതൊന്ന് ഇലക്ഷന് തൊട്ട് മുമ്പ് ഈ രീതിയിലൊരു സർവേ നടത്തുന്നു, പൊതുപണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകർ ഉപയോഗിച്ച്. ശ്രീകുമാരൻ ചോദിച്ച കൃത്യമായൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് ഇപ്പൊ 4 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്തു. അപ്പൊ 4 ലക്ഷം പേരിൽ ഒരു 3.25 ലക്ഷം പേരെങ്കിലും CPM-കാരായിരിക്കും. മാത്രമല്ല, വേണമെങ്കിൽ ഇനി ഇതിനെ ഒന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും അതുപോലെ തന്നെ യൂത്ത് ഫ്രണ്ടുകാരും ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചാൽ വേണമെങ്കിൽ ഒരു മാർഗം പറയാം. 4 ലക്ഷം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. അതിൽ നിന്ന് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ആദ്യം രജിസ്റ്റർ ചെയ്ത ആളുകളെ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നു. അത് ആദ്യം രജിസ്റ്റർ ചെയ്തവരൊക്കെ 99% CPM-കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിലൊക്കെ അവർ ഉദ്ദേശിച്ചിടത്ത് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. പക്ഷെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, വലിയ അവകാശവാദങ്ങൾ പറയരുത്, ധാർമ്മികത പറയരുത്, വലിയ സാമ്പത്തിക ശാസ്ത്രമൊന്നും പറയരുത്. ഇതിനകത്ത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സ്ക്വാഡിന് ഉപയോഗിച്ച് 1ാം ഘട്ട പ്രചരണം നടത്തുക. ആ 1ാം ഘട്ട പ്രചരണത്തിൽ അവകാശപൂർവ്വം ഏത് വീട്ടിലും കടന്നു ചെല്ലാം. ഇവർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത വീടുകളിലും സർക്കാർ സ്പോൺസേർഡ് സർവേയുടെ ഭാഗമായിട്ട് കടന്നു ചെല്ലാം. അല്ലെങ്കിൽ UDF-കാർ ചിലപ്പോൾ ഇവരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല. പക്ഷെ ഈ സർവേ ആകുമ്പോൾ അവർക്കും സംസാരിക്കേണ്ടി വരും, അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, അവരോട് കാര്യങ്ങൾ ഈ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നടത്താം. അപ്പൊ കുറച്ചുകൂടി ആധികാരികതയോടെ അവകാശത്തോടെ സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കേളികൊട്ടാണ് യഥാർത്ഥത്തിൽ. അതാണ് ഈ സർവേയുടെ പേരിൽ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിയും സെൻസും ഒന്നും വേണ്ട. ആർക്കും മനസ്സിലാകാവുന്ന ക്ലിയർ കട്ട് പൊളിറ്റിക്സ് ആണ് നടക്കാൻ പോകുന്നത്. സ്മൃതി, ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.